രാവിലെ എൻ്റെ ഒന്ന് അടുക്കള കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അറിയാണ്ട് പുകച്ചു പോയി എൻ്റെ ബാല്യം. ഇന്നലെ പനിയായ കാരണം കുറച്ച് നേരത്തെ കയറി കിടന്നു. ഹസ്ബൻഡും പിള്ളേരാണ് ലാസ്റ്റ് കിടന്നത്. അതിൻ്റെയാണ് ഈ അടുക്കളയിൽ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാൻ, അടുക്കളയൊക്കെ വൃത്തികേടായി. അയ്യോ, ഇത്ര വലിയ സന്തോഷം. ഒന്നാമത് പനി കണ്ടാലൊക്കെ ഇല്ല എന്നുള്ള നല്ല പനിയുണ്ട്. പനി എന്ന് പറഞ്ഞാൽ പനി, മേലുവേദന, തൊണ്ടവേദന, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ കണ്ട ഒരു ലുക്ക് വരുന്നില്ല, അത് കാരണം ആരും വിശ്വസിക്കണില്ല. അങ്ങനെ വേഗം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ എനിക്ക് വന്ന് പറയുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോയില്ല കേട്ടോ, എൻ്റെ കണ്ണ് വേദനയാണ്. പിന്നെ ഒന്ന് തൊട്ടാക്കി എനിക്ക് പനിയുണ്ടെന്ന്. ഇന്ന് നേരം പോയ കാരണം കുക്കറിൽ ചോറ് വയ്ക്കാന്ന് വെച്ചു. ഒരു കുക്കറിൽ ചോറ്, ഒരു കുക്കറിൽ കടലയും വെച്ചു. മുട്ടയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം മോളോട് പോയി കടയിൽ നിന്ന് പോയി മുട്ട വാങ്ങിച്ചോണ്ടാൻ പറഞ്ഞാൽ മുട്ട പുഴുങ്ങാനും വെച്ചു. അപ്പം കടലുപ്പേരും മുട്ടയും പിന്നെ കുക്കറിൽ ചോറും വെച്ചിട്ടില്ല, അതൊക്കെ കൊടുത്തു വിടാന്ന് വെച്ചാൽ. അതിൻ്റെ ഇടയിൽ പിള്ളേരെ കുളിപ്പിച്ച ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർ കാലത്തായിട്ട് നല്ല കുട്ടികളായിട്ട് ഏറ്റിരുന്ന് പഠിച്ചുവിട്ടു. അമ്മ എനിട്ടില്ലെങ്കിൽ അമ്മേനെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടൻ തേങ്ങ ചെരുക്കി വെച്ചിരുന്ന തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കടല ചടപടോളം കടല കാച്ചി ചോറ് വെച്ചു, മുട്ട പുഴുങ്ങി, എന്തൊക്കെയാണ് ചെയ്തു. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ വിട്ടു. എങ്ങനെയാണ് വിട്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്നാലും പിള്ളേരെ സ്കൂളിൽ വിട്ടു. കാരണം നമ്മൾ എനിട്ടില്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ കാര്യം ആരും നോക്കാനില്ല. വീട്ടിൽ ഹസ്ബൻഡ് പണിക്ക് പോയി, പിന്നെ നമ്മളും പിള്ളേർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ഒരു വട്ടം ഞാൻ ഡ്രസ്സ് മാറിച്ച് വൃത്തിയാക്കിയിട്ട് നിർത്തിയതാട്ടോ. അതിൻ്റെ ഇടയിൽ അടുത്ത പണിയും കൊണ്ട് വന്നു. 5 മിനിറ്റ് പോലും അടങ്ങിയിരിക്കില്ല. അത് കാരണം ഇവിടുന്നേ ഡ്രസ്സിൻ്റെ പോലെ ഇതാ, ഡ്രസ്സ് മാറിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി സ്കൂളിൽ നിന്നുള്ള അവസ്ഥ പറയണ്ട. അങ്ങനെ വേഗം പിള്ളേരെയൊക്കെ വിട്ട് ഫുഡ് കഴിച്ച് ഇതേ ഗുളിക കഴിച്ചു. ഇനി നേരെ പോയി കിടന്നുറങ്ങണം. ഇനി 4 മണിയാകുമ്പോൾ പിള്ളേർ വരാം. അതുവരെ ശുഭം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.